കേരളത്തിൽ PSCയുടെ പരീക്ഷാ നടത്തിപ്പിനെ പറ്റിയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. അതും കേരള PSC നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്നൊരു തസ്തികയിലെ ചോദ്യകടലാസുമായിട്ടാണ് ഈ ആരോപണങ്ങൾ വരുന്നത്. അതായത് PSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ, ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് പ്ലാനിംഗ് ബോർഡിലെ ചീഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പ്ലാനിങ്ങിൻ്റെ പരീക്ഷയ്ക്കുള്ള ചോദ്യകടലാസിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതിൽ കുറേയധികം ചോദ്യങ്ങളുടെ ഉത്തരം വിധികർത്താക്കൾക്ക് നൽകിയിട്ടില്ല. 10 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വിധികർത്താക്കൾക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് നോക്കാനും സാധിച്ചിട്ടില്ല. ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരക്കടലാസുകളുടെ കോപ്പി ചോദിച്ചിട്ട് അത് വിവരാവകാശ പ്രകാരം കൊടുത്തില്ല. അതിപ്പോൾ കൊടുക്കാൻ വേണ്ടി ഉത്തരവ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പരീക്ഷ ആകെ 228 പേരെങ്ങാണ്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകളുടെ പരീക്ഷ നടത്താനും അത് വ്യക്തമായും വിശ്വാസയോഗ്യമായും നടത്താൻ എന്താണ് ഇത്രയധികം പ്രയാസം PSC അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതുന്ന പല പരീക്ഷകളിലും കൃത്യമായി തന്നെ PSCക്ക് ഉത്തരക്കടലാസ് നോക്കാനും ഫലം പ്രസിദ്ധീകരിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വളരെ ആളുകൾ കുറഞ്ഞ പരീക്ഷകളിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്? അതിലാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ആളുകൾ എഴുതിയതിനു ശേഷം വീണ്ടും അതിന് ഇൻ്റർവ്യൂയുടെ മാർക്ക് കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നിയമനം നടത്തുന്നത്. അപ്പോൾ അതിൽ 10 ചോദ്യങ്ങളുടെ ഉത്തരം വിധികർത്താക്കൾക്ക് അയച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആകെ 228 പേര് എഴുതിയൊരു പരീക്ഷയാണ്. അതിൽ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന റിസൾട്ട് പൂർണ്ണമായും തെറ്റാണ് എന്ന് തന്നെയാണ് പച്ച മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. യാതൊരു വ്യത്യാസവുമില്ല. കാരണം വളരെ ടൈറ്റായിട്ടുള്ള ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് അതിൽ ഒരു ചോദ്യത്തിലെ മറുപടി പോലും അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് 10 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടില്ല, അത് നോക്കിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് തികച്ചും PSCയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വലിയൊരു അലംഭാവം തന്നെയാണ്. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ പരീക്ഷ നടത്തിയ കൺട്രോളറെ തന്നെയാണ് ചെയർമാൻ ഏൽപ്പിച്ചത്. അത് ഇപ്പോൾ PSC മെമ്പർമാരുടെ രൂക്ഷമായ പ്രതിഷേധം കാരണം അത് മാറ്റിയിട്ട് ഇപ്പോൾ PSC വിജിലൻസിനെ ഇൻറ്റേർണൽ വിജിലൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പരീക്ഷാ കൺട്രോളറാണ് ഈ പരീക്ഷ നടത്തിയ കൺട്രോളറെ തന്നെ വീണ്ടും ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെയർമാൻ അതിലെന്തോ വ്യക്തിപരമായിട്ടുള്ള എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ PSCയുടെ പരീക്ഷാ നടത്തിപ്പിനെ കുറിച്ച് തന്നെ വളരെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ധാരാളം മറ്റ് പരീക്ഷകളെ കുറിച്ച് ഇപ്പോൾ സംശയങ്ങളും അതുപോലെ പരാതികളും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ PSC പരീക്ഷകൾ നടത്താൻ PSC സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഈ പരീക്ഷകൾ നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെടുന്ന ആളുകൾ, ഈ PSC മെമ്പർമാരും ചെയർമാനും ഒക്കെ, അവരുടെ ഇതിനുള്ള യോഗ്യത എന്താണെന്നുള്ളതിലാണ് ഇപ്പോൾ ഈ ചോദ്യം എത്തി നിൽക്കുന്നത്. അതായത് ഈ ഇത്തരം പരീക്ഷകൾ നടത്താനൊക്കെ യോഗ്യരായിട്ടുള്ള ആളുകളെ തന്നെയാണോ സർക്കാർ ഈ PSCയിലേക്ക് ചുമതലപ്പെടുത്തുന്നത്, അതോ കാലങ്ങളായി മാറി വരുന്ന സർക്കാരുകൾക്കനുസരിച്ചിട്ട് അവരുടെ തെറ്റുവരെ നടപ്പാക്കാനുള്ള ആളുകളെയാണ് ഈ നിയമിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിനാണ് ആദ്യം ഉത്തരം വരേണ്ടത്. ഈ പരീക്ഷകളിൽ വരുന്ന ഈ ക്രമക്കേടുകൾ വളരെ കൃത്യമായി അന്വേഷിക്കപ്പെടണം. ഉത്തരവാദികൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇത്തരത്തിൽ ഈ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ചെറുപ്പക്കാരെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികൾ നടന്നിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും അതിനർഹമായ ശിക്ഷ ഏറ്റുവാങ്ങുക തന്നെ